കെ ഉസ്താദ് പലപ്പോഴും കെ ഉസ്താദിന്റെ വീട്ടിലേക്ക് തന്നെ ശൈഖുന വന്ന സംഭവങ്ങൾ ഉണ്ടായി. ഏറ്റവും നല്ല റൂം ശൈഖുനാക്ക് കൊടുത്ത് അതിന്റെ താഴെ താമസിക്കാൻ തുടങ്ങി ശംസുൽ ഉലമ എന്ന ആ ഇതിഹാസ പുരുഷൻ. നിങ്ങൾ നോക്ക്. എന്നിട്ട് ഒരിക്കൽ ശംസുൽ ഉലമയോട് പറഞ്ഞത്രേ, ഈ വീടൊക്കെ ഒന്ന് നന്നാക്കണം. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ പറഞ്ഞതിന് പൈസ ഇല്ലല്ലോ, ക്യാഷ് ഇല്ലല്ലോ. ഉടനെ മഹാനായ ശൈഖുൽ മശായിഖ് തങ്ങളെ മറുപടി, നിങ്ങളെ അക്കൗണ്ടിലുണ്ടല്ലോ 50,000, അതെടുത്ത് നന്നാക്കിയാൽ മതി. അക്കൗണ്ടിലുള്ളത് നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അത് രസകരമായി അവര് തമ്മിലുള്ള തമാശകളാണ്. അങ്ങനെ പിന്നെ അതെടുത്ത് നന്നാക്കിയ സംഭവമൊക്കെ ചരിത്രത്തിലുണ്ട്. ഏത് ചരിത്രത്തിലാണ് നൗഷാദ് ഹസനെ? അല്ല, ഈ ചരിത്രത്തില് അറിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ CM മടവൂർ ഔലിയയോട് പറയുകയാണ്, അതിന് കയ്യിൽ കാശില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ നൗഷാദ് ഹസനി പറയുന്നത്. അങ്ങനെയെങ്കിൽ കെ അബൂബക്കർ മുസ്ലിയാര്, ഇവര് ശംസുൽ ഉലമ എന്ന് പറയുന്ന കെ അബൂബക്കർ മുസ്ലിയാര് നുണ പറഞ്ഞതാണോ? അല്ല, അത് ഇവിടെ നിന്ന് തീരുമാനമാക്കേണ്ടതുണ്ടല്ലോ. പൈസ ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാല് CM മടവൂർ പറയുന്നു, നിങ്ങളെ ബാങ്കിൽ ഒരു 50,000 ഉണ്ടല്ലോ, അത് എടുത്തോളി എന്ന് പറയുന്നുണ്ട്. പിന്നീട് നൗഷാദ് ഹസനി പറയുന്നുണ്ട്, ഇവര് തമ്മിലുള്ളൊരു കളികളാണ്, തമാശയാണെന്നൊക്കെ പറയുന്നുണ്ട്. നുണ പറയല് തമാശയാണോ? ഇപ്പോ ഇവര് പറയുന്നത് CM മടവൂർ എന്ന് പറയുന്ന ആള്, അയാള് ഔലിയാണെന്നാ പറയണത്. ഔലിയാണെങ്കിൽ ആ ഔലിയയോട് നുണ പറയാൻ പാടുണ്ടോ? എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, CM മടവൂർ ഔലിയ കാക്ക എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, കെ അബൂബക്കർ മുസ്ലിയാര്. അപ്പോ CM മടവൂർ ചോദിക്കുകയാണ്, നിങ്ങളെ ബാങ്കിൽ 50,000 ഇല്ലേ, അത് എടുത്താളിയെന്ന്. അപ്പൊ എന്താണ് സംഭവിച്ചത്? കെ അബൂബക്കർ മുസ്ലിയാർ നുണ പറഞ്ഞു എന്നാണ് ഇവരെ ചരിത്രത്തിലുള്ളത്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. കെ അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ, ബാങ്കിലോ എന്തോ ആവട്ടെ, അത് ഉണ്ടെങ്കിൽ, ഇപ്പോ താഴെയും മുകളിലൊക്കെയാണ്, വീട്ടിലെ ഏറ്റവും നല്ല റൂമിലൊക്കെയാണ് താമസം, ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അറിയാമായിരിക്കാം. ആ അറിയാവുന്ന കാര്യം, കെ അബൂബക്കർ മുസ്ലിയാർ മറച്ചു വെച്ച കാര്യം, നുണ പറഞ്ഞ കാര്യം CM മടവൂർ എങ്ങനെയൊക്കെ അറിഞ്ഞു, അത് പറഞ്ഞു, അത് കറാമത്തായോ? അപ്പൊ എന്റെ ബാങ്ക് അക്കൗണ്ടില് എത്ര പൈസ ഉണ്ട് എന്നുള്ളത് എന്റെ ഭാര്യയ്ക്ക് അറിയാം. അതുപോലെ തന്നെ എന്റെ അടുത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം. എനിക്ക് അടുപ്പമുള്ള പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസയാണ് ഉണ്ടാവാറുള്ളത് എന്നൊക്കെ അവരുമായിട്ടുള്ള സംസാരത്തിന്റെയോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള മറ്റു വല്ല കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്കും പറയാൻ കഴിഞ്ഞേക്കാം. അത് നോക്കുകയോ മറ്റോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഔലിയക്കാക്കയാവോ? അല്ല, ഇങ്ങനെയാണോ ഔലിയക്കാക്കയാല്? ഇതൊക്കെയാണോ കറാമത്ത്? എന്തെന്നോണയൊക്കെയാണ് നൗഷാദ് ഹസനിയെ പറയണേ. ഇവിടെ കെ അബൂബക്കർ മുസ്ലിയാര് CM ഔലിയയോട് നുണ പറഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ ചരിത്രത്തിലുള്ളത് എന്നുള്ളതല്ലേ ആ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് ഒരാളുടെ പോരിശ പറയലാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഉള്ളിലുള്ളത്, അതായത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെയൊക്കെ നിങ്ങളുടെ കൽഭകത്തുള്ളത് കാണാൻ കഴിയുന്ന ആളുകളാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഇവര് പച്ചക്കളവ് പറയുമ്പോ, ഇവര് പോരിശയാക്കിക്കൊണ്ട് നടക്കുന്ന പല ആളുകളും കളവ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വികടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നല്ലേ ഇവര് പറഞ്ഞു നടക്കുന്നത്. പ്രിയമുള്ളവരെ, ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇത് നമ്മൾ ആരെയും മോശക്കാരാക്കി പറയല്ല, ഇവര് തന്നെയാണ് പറയുന്നത്. ഒരാള് പറയാണ്, വീടൊക്കെ കേട് നിൽക്കുകയാണ്, കയ്യിൽ കായില്ല കേട് എന്ന് പറഞ്ഞപ്പോ അല്ലെ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, പെണ്ണിട്ടാൻ പൂതിയാണ്, കയ്യിൽ കായില്ല കേട്, അത് ഇവരുടെ ഒരു ദിക്റാണ്, ഒരു ഔലിയുടെ. അപ്പൊ എന്തായാലും വീട് നേരാക്കാൻ കയ്യിൽ കായില്ല കേടാണ് എന്ന് പറഞ്ഞപ്പോ അതാരാ പറയണത്? കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ശംസുൽ ഉലമയാണ്, ഒരു ഔലിയാണെന്ന് പറയുന്ന ആളാണ് ഈ പറയുന്നത്. ആരോടാ പറയുന്നത്? മറ്റൊരു ഔലിയനോടാ പറയുന്നത്. അപ്പോ ഒരു ഔലിയൻ നുണ പറയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, അക്കൗണ്ടിൽ ഒരു 50,000 രൂപയുണ്ട് എന്നുള്ളത് ആരോടെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടറിവില് CM മടവൂര് പറയാണ്, നിങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ടിൽ ഒരു 50,000 രൂപ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ, അത് കറാമത്താണ്. ഇതിൽ ഏതൊക്കെ കറാമത്ത്? നുണ പറയലാണോ കറാമത്ത്? അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ബാങ്കിൽ ഒരു 50,000 രൂപ ഉണ്ട് എന്നത് വിളിച്ചു പറഞ്ഞതാണോ അത്ര വലിയ കറാമത്ത്? ആണോ? നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. ചെറിയൊരു തൗഹീദി പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്താ, ഔലിയാക്കന്മാരെ ചില മനുഷ്യന്മാർ വന്നാൽ പിന്നെ ഒരു പറഞ്ഞ പോലെ ഉണ്ടാകും. അവരങ്ങ് നോക്കിയ പോലെ സംഭവിക്കും. ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് ഉണ്ടാകും, ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് ഇല്ലാതാകും. അങ്ങനത്തെ ഒരു സിദ്ധിയായിട്ടല്ല ഇസ്ലാം കറാമത്തിനെ പരിചയപ്പെടുത്തിയത്. അതിവിടെ മാലപ്പാട്ടിലും മൗലിദ് കിതാബിലും ചില മതചൂഷകന്മാരായ മതമേലാളന്മാരുടെ പാതിരാ പ്രഭാഷണങ്ങളുമൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട കറാമത്ത് കഥകളാണ്. അത്തരമൊന്നല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ കറാമത്ത് എന്നത്. കറാമത്ത് എന്ന വാക്കിന് ആദരവ് എന്നാണ് വാക്കർത്ഥം. ആദരവ് എന്ന അർത്ഥം ഒരു വിശ്വാസി വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുമ്പോൾ അല്ലാഹു തആല അയാളെ ആദരിക്കുന്നു. അതിന്റെ ഭാഗമായി അയാൾക്ക് വല്ല പ്രയാസം വരുമ്പോൾ ഒരു പക്ഷെ അല്ലാഹു തആല എല്ലാ സംവിധാനങ്ങൾക്കും അതീതമായി ഒരു പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല അയാളെ സഹായിച്ചേക്കാം. അയാൾക്ക് ബുദ്ധിമുട്ടും കട്ടപ്പാടും വരുമ്പോൾ എല്ലാ സിസ്റ്റങ്ങൾക്കും അതീതമായി അല്ലാഹു തആല ഒരു പക്ഷേ അയാളെ രക്ഷപ്പെടുത്തിയേക്കാം. അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ കറാമത്ത് പ്രത്യേക സിദ്ധിയായി കിട്ടി അതിന് പോസ്റ്റർ ഒട്ടിച്ച് അതിന് വീടിന് മുമ്പിൽ ബോർഡ് വെച്ച് പരിശോധനാ സമയം വെച്ച് അയാൾ ഒരു വിശഗ്വരനായി ഒരു ചികിത്സാലയായി മാറാനുള്ള പ്രമോഷനോ ഒരു കോഴ്സോ ഒന്നല്ല ഔലിയ കോഴ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ ചില സ്ഥാപനങ്ങളിലൊക്കെ ഔലിയത്തരം പഠിപ്പിക്കുന്ന ചില പണികൾ പോലും ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ചില കാര്യം തന്നെയാണ്. കറാമത്തിന് ട്രെയിനിങ് കൊടുക്കുന്ന മർക്കസൊക്കെ നമ്മുടെ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്. കറാമത്തുണ്ടാകാൻ ട്രെയിനിങ്, ഔലിയാകാൻ ട്രെയിനിങ്, അങ്ങനത്തെ ഒരു പ്രത്യേക കോഴ്സും ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തതാ ഓന ഔലിയായി നീ ഓനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞ് ബോർഡും വെച്ചിരിക്കാവുന്ന ഒരു ഏർപ്പാടല്ല കൂട്ടരെ ഈ കറാമത്ത് എന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 സ്വഹാബിമാർ വീട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. ഇരുട്ടത്താണ്. രണ്ടാളുടെയും കയ്യിൽ ടോർച്ചും വെളിച്ചൊന്നുമില്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഈ 2 സ്വഹാബിമാർ വീട്ടിലേക്ക് പുറപ്പെടുന്നു. കയ്യിൽ വെളിച്ചമൊന്നുമില്ല, ഇരുട്ടത്താണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അവരെ മുമ്പിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. കറാമത്തായിരുന്നു അത്. ആ വെളിച്ചത്തിൽ അവരെങ്ങനെ മുന്നോട്ട് പോയി. കുറച്ചങ്ങ് പോയപ്പോ വഴി 2ആയി പിരിയുന്ന സ്ഥലത്തെത്തി. ഒരാൾക്ക് ഇങ്ങോട്ട് പോകണം, ഒരാൾക്ക് അങ്ങോട്ടും പോകണം. അങ്ങനെ രണ്ടാളും 2 വഴിക്ക് തിരിയുമ്പോൾ ഈ വെളിച്ചവും അതാ 2ആയി മാറി. രണ്ടാളുടെയും മുമ്പിൽ ഓരോ വെളിച്ചം അങ്ങനെ പോവുകയാണ്. രണ്ടാളും വീട്ടിൽ ചെന്ന് കയറിയപ്പോ ആ വെളിച്ചം അങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതോടുകൂടി ഒരു ഔലിയാക്കന്മാരായി, കറാമത്തുണ്ടായി. ഇനി ആര് എവിടെ ഇരുട്ടത്ത് കുടുങ്ങിയാലും അവരെ വിളിച്ചാൽ മതി എന്ന് പഠിപ്പിച്ചോ? ഇല്ല. പിറ്റേന്ന് പള്ളിക്ക് വരുമ്പോ വെളിച്ചമില്ലാതെ വരുമോ? ഇല്ല. ഞങ്ങൾ ഔലിയാക്കന്മാരായല്ലോ, ഇനി ഞങ്ങൾക്ക് ടോർച്ച് ആവശ്യമില്ല, ഞങ്ങൾ ടോർച്ച് വേറെ ആരെങ്കിലും എടുത്തോളി എന്ന് പറഞ്ഞോ? ഇല്ല. അവരെ വീടിന്റെ മുമ്പിൽ ബോർഡ് വെച്ചോ? വലിയുല്ലാഹി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് പരിശോധനാ സമയം എന്ന് പറഞ്ഞ് ആഗ്രഹ സഫലീകരണം, സന്താന ലബ്ധി, മറ്റു രോഗം ശാന്തി തുടങ്ങിയ വിഷയങ്ങൾക്ക് ഇതാ ഇവിടെ വന്നാ മതി എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തോട് പറഞ്ഞു, ഇതാ സ്വഹാബ അവർ ഔലിയാക്കന്മാരായിട്ടുണ്ട്, ഇനി പ്രശ്നമുണ്ടോ? അവിടെ ചെന്നാ മതി എന്ന് പറഞ്ഞോ? ഇല്ല. നേരെ മറിച്ച് ആ വിശ്വാസികളായ സ്വഹാബത്തിൽപ്പെട്ട 2 പേരെ അല്ലാഹു തആല പ്രത്യേകമായി ആദരിച്ചു, പ്രത്യേകമായി സഹായിച്ചു. അതേ ഉള്ളൂ. അതൊരു കൊടുത്ത കഴിവുമല്ല, അതൊരു കഴിവായി അവർക്ക് അങ്ങ് വിട്ടുകൊടുത്ത് ഇനി എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം പ്രത്യക്ഷപ്പെടുത്തുന്ന, അത് ആവശ്യം കഴിഞ്ഞാൽ അപ്രത്യക്ഷമാക്കുന്ന ഒരു സിദ്ധിയായിട്ടല്ല ആ കറാമത്തിനെ അവര് മനസ്സിലാക്കിയത്. നബിയും മറ്റു സ്വഹാബത്തും മനസ്സിലാക്കിയത്. കഴിഞ്ഞ കാല അഹ്ലുസുന്നയുടെ നേതാക്കന്മാരും അങ്ങനെയല്ല മനസ്സിലാക്കിയത്. നമ്മുടെ നാട്ടിലോ എന്തെങ്കിലും ഒരു അത്ഭുതമാണ് കാണിച്ചാൽ പിന്നെ അയാൾ ഔലിയായി, പിന്നെ അതങ്ങ് പരസ്യപ്പെടുത്തി അത് പത്രങ്ങളിലൂടെ, അത് മാഗസിനിലൂടെ, അത് പ്രസംഗത്തിലൂടെ അത് പ്രചരിപ്പിക്കുകയാണ്. പല മനുഷ്യന്മാരും അതിനുവേണ്ടി മാത്രം ഇഹ്റാം കെട്ടി ഇറങ്ങുന്ന അവസ്ഥയായി ഇപ്പുള്ളത്. സ്വപ്നം കാണാൻ മാത്രം കുറെ മനുഷ്യന്മാര്, കറാമത്ത് പ്രചരിപ്പിക്കാൻ മാത്രം കുറെ മനുഷ്യന്മാര്, ഇല്ലാത്ത കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുക. മയ്യത്ത് പുറപ്പെട്ടു, കാസർഗോട്ട് നിന്ന് പാണക്കാട്ടിലെത്തി. അവസാനം പാണക്കാട്ട് തങ്ങളൊന്ന് കണ്ടിട്ട് തങ്ങളെ കൊണ്ട് ദ്വാരിപ്പിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോയി മറമാടാമെന്ന് വിചാരിച്ച് ആംബുലൻസ് നേരെ പാണക്കാട്ടേക്ക് വന്നു ഒരു മുസ്ലിയാർ തട്ടിവിട്ടത്. അങ്ങനെ തങ്ങൾ പാപ്പ ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയോ ചൊല്ലിപ്പറഞ്ഞ് ആ മയ്യത്തിന് അടുത്ത് വന്നിട്ട് എടാ ജബ്ബാറെ എണീക്കടാ എന്ന് പറഞ്ഞപ്പോ ജബ്ബാർ എണീറ്റ് പോയിനാണ് കഥ പറഞ്ഞു പ്രചരിപ്പിച്ചത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തങ്ങളെ മോൻ തന്നെ പറഞ്ഞു, അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല, ഞങ്ങൾക്കാർക്കും പരിചയമില്ല, അങ്ങനത്തെ ഏർപ്പാടുകൾ ഉണ്ടായിട്ടില്ല, ഈ കള്ളക്കഥകൾ
കഥകൾ ആരും പ്രചരിപ്പിക്കരുത് എന്ന് തങ്ങപ്പാപ്പനെ മോൻ തന്നെ പറഞ്ഞപ്പോ തൽക്കാലം അതങ്ങ് എക്സ്പയർ ആക്കി വെച്ചു. കുറച്ചു കാലം കഴിയുമ്പോൾ കോലം മാറ്റി ആ തങ്ങളെ പേരിൽ വേറെ തങ്ങളെ പേരിലേക്ക് ആക്കിയിട്ടൊക്കെ അത് കൊണ്ടുവരാതിരിക്കില്ല. ഇങ്ങനെ കുറെ നിറം പിടിപ്പിച്ച കഥകളാണ് നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ചാവക്കാട് ഭാഗത്ത് ജാറമുണ്ട്. എന്താ പ്രത്യേകത അന്വേഷിച്ചറിയ. ആ ജാറത്ത് കിടക്കുന്ന ആള് അദ്ദേഹം ഉമർഖാലി. അവിടെ എപ്പോ വന്നാലും ഉമർഖാലിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സേവനം ചെയ്യുന്ന ആളായിരുന്നുവെന്ന ആ നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അവസാനം ഇയാൾ മരിച്ചു. ഇങ്ങനെ മരിച്ചു കിടന്ന് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് എടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാ ഉമർഖാലി വരുന്നത്. അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇദ്ദേഹം മരിച്ചവരൊന്നും. ആളും പാടും കണ്ടപ്പോ എന്താ ഇവിടെ? ഓ ഇന്നാള് മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഓഹോ അയാൾ മരിച്ചു, എങ്ങനെയപ്പോൾ മരിക്കുക? ഉമർഖാലി പറഞ്ഞത് എങ്ങനെ പോ മരിക്കുക? ഉമർഖാലി വന്നിട്ട് കഫൻ തൊടി നിൽക്കുന്നു. ഏടാ എന്ത് പണജി കാട്ടുന്നത്? നീ മരിച്ച എനിക്കാരാ പിന്നെ സേവനം ചെയ്യാ? അവിടെ മരിക്കാൻ പറ്റും, എണീക്ക് അവിടുന്ന് കയറി. അപ്പൊ എണീറ്റ് പോയി നാട്. അങ്ങനെ കുറെ കാലം മൂപ്പര് പിന്നെയും ജീവിച്ചു. പിന്നെ മൂപ്പര് മരിച്ചപ്പോഴാണ് ജാറുണ്ടാക്കിയത്. എന്നിട്ട് ആ ഉമർഖാലിയോ മൂപ്പര് മരിച്ചുപോയി. ആ ഉമർഖാലി മരിച്ചുപോയി. എന്നാ അവിടേക്ക് അത് പറഞ്ഞോ? ഇല്ല. അപ്പൊ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ആര് പറഞ്ഞു എവിടുന്ന് കിട്ടിയെന്ന് അറിയാതെ കുറെ കഥകളും ആരോ കെട്ടിച്ചമച്ചോ പ്രചരിപ്പിച്ച് അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളിൽ അതങ്ങ് വ്യാപകമായി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് നുണകളെയും സത്യമാക്കി മാറ്റുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു.